ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലെ ലാസ്റ്റ് സർവൈവിങ് ആയിട്ടുള്ള ഫോറസ്റ്റിലാണ്. ബാംഗ്ലൂരിൽ ഇനി ആകെ കൂടി ഒരൊറ്റ ഫോറസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല, ആ ഫോറസ്റ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു യാത്ര പോവാണ്. ഇന്ന് വിജയദശമിയാണ്. ആക്ച്വലി രാവിലെ അമ്പലത്തിൽ പോകാനെന്നല്ല ഓർത്താണ്. സോ അപ്പോഴാണ് ഓർത്തത്, കുറേ നാളായി ഇങ്ങനെ ഈ വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കുന്നു. രാവിലെ വീട് ഓഫീസ് ഇങ്ങനെ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സോ അപ്പം ഞാൻ ഓർത്ത് എന്തുകൊണ്ടൊന്ന് പുറത്ത് പോയിക്കൂടാ എന്നോർത്തു. അങ്ങനെയാണ് ഇവിടെ അടുത്ത് തുരഹള്ളി ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫോറസ്റ്റ് ഉണ്ട്. അത് എങ്ങനെ എക്സാക്റ്റ് ആയിട്ട് പ്രൊണൗൺസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. തുരഹള്ളി എന്ന് നമുക്ക് പ്രൊണൗൺസ് ചെയ്യാം ഇപ്പം. സോ അവിടേക്ക് ഒരു ചെറിയ യാത്ര പോകാമെന്ന് ഞാൻ വെച്ചു. രാവിലെ എണീറ്റ് പോകണമെന്നാണ് ഓർത്തത്, പക്ഷേ സമയം കുറച്ച് വൈകിപ്പോയി. ഇപ്പം സമയം 7:15 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും അങ്ങ് എത്താമെന്ന് കരുതുന്നു. ഏറ്റവും കൂടുതൽ ടാക്സ് വാങ്ങുന്ന ഒരു സംസ്ഥാനത്തെ റൂട്ടിൽ കൂടാണ് നമ്മൾ പോകുന്നത്. അതും ആ സംസ്ഥാനത്തിന്റെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി എന്ന് പറയാൻ പറ്റുന്ന ഒരു എൻ്റെ പൊന്നോ എന്താ അവസ്ഥയാണ്. കാര്യം വലിയ പ്ലാസ്റ്റിക് കാര്യങ്ങളെല്ലാം സൈഡിലുണ്ട്. പക്ഷേ ഇവിടുത്തെ റോഡ് നമുക്ക് അങ്ങനെ കുഴികളൊക്കെയാണ്. അതൊരു ഇത്രയും വലിയ കുഴിക്കിടയിൽ ഒരു ഹമ്പുണ്ടാക്കിയിട്ട് എന്തൊക്കെ ഓടിയാന്ന് നോക്കി. ഇവിടുത്തെ അവസ്ഥയൊക്കെ ഇത് സൈഡിൽ കൂടി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു 2 വീലറുകാർക്ക് കയറി പോകാനാണെന്ന് തോന്നുന്നു. ഇതാണ് ഗൈസ് ഞാൻ വന്ന സ്ഥലം. അയ്യോ, ഞാൻ ഇടയ്ക്കൊന്നോർത്ത് ഗൂഗിൾ മാപ്പ് എന്നെ മൂഞ്ചിച്ചെന്ന്. പക്ഷെ എന്തായാലും ഞാൻ എത്തി. ഇതാണ് ഗൈസ് ഇവിടുത്തെ എൻട്രി ടിക്കറ്റ്. 10 രൂപയാണ് കേട്ടോ ഒരാൾക്ക് എൻട്രിക്ക്. സോ ഇങ്ങനെ നമ്മൾ കയറി വരുമ്പം റൈറ്റും ഉണ്ട്, സ്ട്രെയിറ്റും ഉണ്ട്, ലെഫ്റ്റും ഉണ്ട്. എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ അമ്യൂണിറ്റീസും കാര്യങ്ങളും എല്ലാം എന്താ ഇവിടെ ഈ ബോർഡിലുണ്ട്. നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വായിച്ച് നോക്കാം. ടോട്ടൽ 16 HA എന്ന് പറയുന്നത് ഹെക്ടറാണോ? അതെ, ടോട്ടൽ ഏരിയ ആണ്. ഹെക്ടർ ആയിരിക്കും, അറിയില്ല അതിനെക്കുറിച്ച് കൃത്യമായിട്ട്. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം. നമുക്ക് എന്തായാലും മുമ്പോട്ട് സ്ട്രെയിറ്റ് ആണെന്ന് പോയി നോക്കാം. ഗൈസ്, അപ്പോൾ ഇവിടോട്ട് വരാനായിട്ടുള്ള നിങ്ങൾക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വരാനായിട്ട് ഏറ്റവും അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ ഞാൻ കണ്ടത് വജ്രവള്ളി മെട്രോ സ്റ്റേഷനാണ്. സോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 2.6 കിലോമീറ്റേഴ്സ് ഉള്ളൂ ഇങ്ങോട്ട് വരാനായിട്ട്. ഇവിടെ നിന്നെല്ലാം വഴി രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ആക്ച്വലി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് കുറച്ചുകൂടെ കാടിൻ്റെ ഇൻഡെപ്താണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകണ്ട, നേരെ പോകാം. പേടിയൊന്നുമല്ല, ചെറിയൊരു ഭയം അത്രമാത്രം. ഇവിടെ വരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരിക്കലും പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുവന്ന് ഇവിടെ എല്ലാം വൃത്തിയിടാക്കാതിരിക്കുക. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് കിടക്കുന്നതാണ്. ഈ ഒരു ഫോറസ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിലെ ലാസ്റ്റ് സർവൈവിങ് ഫോറസ്റ്റ് എന്നാണ് ഈ തുരഹള്ളി ഫോറസ്റ്റിനെ പറയുന്നത്. ബന്നാർഘട്ട ഉണ്ടെങ്കിൽ കൂടി അത് ബാംഗ്ലൂരിൻ്റെ ഔട്ട്സ്കേർട്സിലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. സോ ഈ ഒരു ലാസ്റ്റ് സർവൈവിങ് ഫോറസ്റ്റിനെങ്കിലും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം. സോ ഇവിടെ വരുന്നവർ മാക്സിമം അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. രസമാണ് കേട്ടോ, കുറേ ട്രെയിൽസ് ഉണ്ട് മുമ്പോട്ട്. ആ പുള്ളി അങ്ങോട്ടാണ് പോയത്. ലെഫ്റ്റാണോ റൈറ്റാണോ? റൈറ്റാണ് കുറച്ചുകൂടെ കാണാൻ സുഖമുള്ളത്. ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും ഉള്ളിലേക്കാണ്. നമുക്ക് റൈറ്റിലേക്ക് പോകാം. ഇതാന്ന് പറഞ്ഞാൽ പാറപ്പുറത്തേക്ക് പോകുന്ന വഴി. പാറയൊക്കെ കാണും. അമ്മേ, സത്യമായിട്ട് എനിക്ക് പാമ്പിനെ പേടിയാട്ടോ. എൻ്റെ ബോധം പോവും. ഇതെന്താ ഇവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? കന്നഡയിലുണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്. ഓ, എനിക്ക് തോന്നുന്നത് അത് ആ ഒരു ട്രീയുടെ സയൻറ്റിഫിക് നെയിം ആണെന്നാണ്. ഓ, അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇതാണ് മണ്ടയ്ക്കോട്ട് പോകാനായിട്ടുള്ള വഴി. ഇതെന്താ റോഡിൽ കിടക്കുന്ന അസ്ഥി കൂടോ? എന്തോ എന്തോ ചാക്കാണ് കേട്ടോ, വേറൊന്നുമല്ല. വരുന്നവർ കുടിക്കാൻ വെള്ളമൊക്കെ ആയിട്ട് വരിക. പക്ഷെ കൊണ്ടുവന്നാലും സ്റ്റീൽ ബോട്ടിലൊക്കെ കൊണ്ടുവരിക. ഞാൻ കിതച്ച് കേട്ടാ, ഞാൻ മടുത്ത്. എൻ്റെ തിറങ്ങിയപ്പോൾ ഉള്ള ആവേശമൊന്നും ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ മണ്ടയ്ക്കോട്ട് രസമായിരിക്കും എന്ന് തോന്നുന്നു. പോയി നോക്കാം നമുക്ക് എന്തായാലും. ഇത് കൊള്ളാട്ടോ. നമ്മൾ ഇത്രയും നേരം നടന്നതുകൊണ്ട് ഇത്രയും മണ്ടയ്ക്ക് എത്തിയോ? നമുക്ക് ഈ ഒരു ബാംഗ്ലൂർ സിറ്റി ഫുള്ള് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടെ കർണാടകയുടെ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. വായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് പോസ് ചെയ്ത് വായിക്കാവുന്നതാണ് കേട്ടോ. അവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത് എന്തോ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമുക്കൊരു ചെറിയൊരു വ്യൂ പോയിന്റ് പോലെ നമുക്ക് ജസ്റ്റ് ഈ ഏരിയ ഒക്കെ കാണാം. അതായത് ഇവിടെ നിന്ന് ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് അവിടെ നിന്ന് കുറച്ചുകൂടെ എന്താ പറയുക വിശാലമായിട്ട് ഇരുന്ന് കാണാം. അതേ ഉള്ളൂ സംഭവം. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് കാണാം. ഗൈസ്, മുമ്പിലേക്ക് വരുന്നതോറും ഈ ട്രെയിൽ ഭയങ്കര ചെറുതായി വരുവാണ്. എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല. ഇതിൻ്റെ അകത്തെല്ലാം ബെഞ്ചുകളും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട്. സോ അതിനർത്ഥം ഇത് വോക്കബിൾ ആയിട്ടുള്ള ഏരിയ ആണെന്നാണ്.
പിന്നെ ഇതിൻ്റെ റിസർവ് ഫോറസ്റ്റ് ഏരിയ ഉണ്ട് കേട്ടോ, അവിടോട്ട് നമുക്ക് എൻട്രി ഇല്ല, അതിലേക്ക് എൻട്രി പ്രൊഹിബിറ്റഡ് ആണ്. സോ ഇത് ആക്ച്വലി നമ്മൾ താഴേക്കാണ് ഇറങ്ങുന്നത്. നമുക്ക് മുകളിലേക്കായിരുന്നു പോകേണ്ടത്, ഇത് ഫ്രണ്ടിലോട്ട് പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇത് ആരോട് ചോദിക്കും, സ്ട്രൈറ്റ് പോയി നോക്കാം. എന്തായാലും നമ്മൾ വന്നത് അവിടെ നിന്നാണ്, അപ്പോൾ ഇങ്ങനെ ചെന്ന് ഇങ്ങനെ വരാൻ പറ്റുമായിരിക്കും, നോക്കാം എന്തായാലും. ഈ ഒരു തുരഹള്ളി ഫോറസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു ഇലപൊഴിയും വനമാണ്. ഇതെപ്പോഴും മോസ്റ്റ്ലി ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക. ഇതൊരു ഗ്രീൻ ഫോറസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ മുമ്പോട്ട് വഴിയില്ല കേട്ടോ, ഈ വഴി വരണ്ട. എന്തെങ്കിലും ഞാൻ വന്ന വഴിക്കുള്ള വല്ല അടയാളവും വെച്ചിട്ട് ഈ വഴി ആരും വരണ്ട. ഇത് ഒന്നുമില്ല ഇവിടെ. കുറച്ച് മുമ്പ് 2 പെമ്പിള്ളേർ തിരിച്ചു പോകുന്ന കണ്ടിരുന്നു, അവർ എന്നെ പോലെ തന്നെ മൂഞ്ചി തിരിച്ചു പോയതാണ്. ഇനി നമുക്കുള്ളിലേക്ക് വേറെ ഏതെങ്കിലും വഴിയെ പോകാം. ഞാൻ നേരത്തെ മിസ്സായി പോയ വേറൊരു വഴി കണ്ടുപിടിച്ചു, ഈ വഴിയെ പോയി നോക്കാം. ഓ മൈ ഗോഡ്, അത് നോക്ക്, നടുക്കൊരാൾ നിൽക്കുന്നത്. ഈസ് ഓക്കെ ഈസി. അപ്പോൾ ഇതിൻ്റെ അകത്ത് കടുവയൊക്കെ ഉണ്ടോ? എന്നെ കടുവ കൊണ്ടുപോവോ ശരിക്കും? എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട്. ഉണ്ടാവില്ല, ഇത് ആക്ച്വലി ടൈഗർ റിസർവ് ഒന്നും അല്ലല്ലോ, ഇതിൻ്റെ റിസർവ് ഫോറസ്റ്റ് ഏരിയയിലേക്ക് നമുക്ക് കയറാനായിട്ട് പെർമിഷൻ ഇല്ല. സോ അങ്ങനെയുള്ളതൊന്നും ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഈ കയറി പോകുന്നത്. അയ്യോ, ഞാൻ ഈ സാമാനത്തെ കണ്ട് ശരിക്കും പേടിച്ചു കേട്ടാ. ഇത് ഞാൻ ഓടാനായിട്ട് തുടങ്ങുമായിരുന്നു. എന്താ ഈ പന്നിയുടെ പേര് എന്താണെന്നറിയില്ല, ഇതെന്താന്ന്. ഇത് മുമ്പോട്ടെല്ലാം പോകാൻ വഴിയുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. കാരണം ഇതിപ്പോൾ കുറച്ചൊന്ന് ഐസൊലേറ്റഡ് ആയി വന്നിട്ടുണ്ട്. മുമ്പോട്ട് പോകുന്നതോറും കൂടുതൽ ഐസൊലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് റിസ്ക് ആവും. ഒറ്റയ്ക്കല്ലേ, ഒറ്റയ്ക്ക് വരുമ്പോൾ ഇങ്ങനെയൊന്നും പോകാതിരിക്കാം മാക്സിമം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ ധൈര്യം ഉണ്ടായി പോവാം, പക്ഷേ ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലും ആയി പോയി കഴിഞ്ഞാൽ പോലും വിളിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഓടി വരാനായിട്ടുണ്ടാവില്ല. സോ നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എപ്പോഴും ഉള്ളിലേക്ക് കയറി പോവുക. നമ്മുടെ നാഷണൽ ബേർഡായിട്ടുള്ള മയിലിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ, പീകോക്ക്, കോമൺ നെയിം പീ ഫൗൾ, എക്കോസിസ്റ്റം പീകോക്ക് ഫീഡ് ഓൺ ഇൻസെക്ട്സ് ആൻഡ് വീക്ക് ദ ഇൻസെക്ട് പോപ്പുലേഷൻ. ഓക്കെ, ഇത് ഈച്ചയല്ലേ തിന്നുന്നത്? അതെനിക്ക് ആദ്യമായിട്ട് അറിയുന്നത്. അതായത് ചോദിച്ചിരിക്കുന്നത്, ഡിഡ് യു നോ ഓൺലി മെയിൽസ് ആർ കോൾഡ് പീകോക്സ് ആൻഡ് ദ ഫീമെയിൽസ് ആർ പീ ഹെൻസ് ആൻഡ് ദ ബേബീസ് ആർ കോൾഡ് പീ ചിക്സ്. ചിക്ക, എനിക്കതൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. എന്താണ് പീ ഹെൻസ് എന്ന് ഫീമെയിലിനെ, പീ കോക്ക് എന്ന് മെയിലിനെ, പീ ചിക്ക് എന്ന് ബേബീസിനെയും. ഓക്കെ, മുമ്പ് ഒരു ചേട്ടനും പുള്ളിയുടെ മോനോട് ഇങ്ങോട്ട് പോയായിരുന്നു. അവർ ആ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. നമുക്കും അവരുടെ പുറകെ പോകാം. അവർക്കെന്തെങ്കിലും പറ്റിയാൽ ഞാനും ഉണ്ടാവും, എനിക്കെന്തെങ്കിലും പറ്റിയാൽ അവരും ഉണ്ടാവും. അങ്ങനെ പോകാം, അവരറിയുകയും വേണ്ട ഞാൻ പുറകെ ഉണ്ടെന്ന്. ഇവിടെ എല്ലാം വാട്ടർ കണക്ഷൻ വെച്ചിട്ടുണ്ട് കേട്ടോ, അതുപോലെ തന്നെ വെള്ളം. ഈ വെള്ളം ഏത് കാലത്തെ ആണെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ ഇത് പക്ഷികൾക്കെല്ലാം കുടിക്കാനായിട്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. സോ അവർ കുറച്ച് വൈൽഡ് ലൈഫ് എന്തൂസിയാസ്റ്റ് ആണെന്ന് തോന്നുന്നു. അവരെല്ലാം വായിച്ചൊക്കെയാണ് മുമ്പോട്ട് പോകുന്നത്. നമ്മളാണെങ്കിൽ ചുമ്മാ ഇതൊക്കെ എന്താണെന്ന് പോലും അറിയാതെ വായി നോക്കി മുമ്പോട്ട് വരുവാണ് ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ. ആക്ച്വലി പുള്ളി ഒരു ഫോട്ടോഗ്രാഫറാണെന്ന് തോന്നുന്നു കേട്ടോ, കയ്യിൽ വലിയൊരു ക്യാമറ അല്ലാണ്ട്. അപ്പോൾ പുള്ളിയുടെ മോൻ്റെയിലും ക്യാമറ ഉണ്ട്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സാണ്, അവരുടെ ഒപ്പം കൂടാം. അവരിവിടെയാണ് നോക്കി നിന്നത്. ഇതെന്താന്ന്, ഗസേബോ ഈസ് എ പവലിയൻ സ്ട്രക്ചർ സംടൈംസ് ഒക്ടഗണൽ ഓർ turret shaped, often built in park or garden area. ഓക്കെ, സോ അത് സംഭവം എന്തെന്നറിയോ? അതായത് നമ്മൾ ഈ ചില പാർക്കിലും അതുപോലെ തന്നെ എന്താ പറയുക, ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഉള്ളിലായിട്ട് ഒരിതുണ്ടാവില്ല. അതായത് ഈ ഒരു ചെറിയൊരു സ്ട്രക്ചറായിട്ട് എന്താ പറയുക, നമുക്ക് ഇരിക്കാനും പാകത്തിന്. ഇതുപോലത്തെ ബെഞ്ചല്ല, പക്ഷേ അല്ല നമ്മുടെ നാട്ടിൽ ഈ കളിത്തട്ടെന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സെറ്റപ്പിനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇവർ കാടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി ഗൈസ്. എനിക്കാണെങ്കിൽ പുല്ല് പേടിയാകുന്നു. ഇവിടെ മൊത്തം മുള്ളുമാണ്, കോപ്പ്. ഇനി മുമ്പോട്ട് പോകണ്ട. അവരച്ഛനായി മോനായി. അവർ വൈൽഡ് ലൈഫിനെ കുറിച്ച് എല്ലാം അറിയാവുന്നവരാ. ഞാനാണെങ്കിൽ ഒരു ഷൊണ്ണത്തരും അറിയില്ല. എനിക്ക് ആകെ പറയാൻ അറിയാവുന്ന കുറച്ച് വായത്താളോ, അതുകൊണ്ട് അത് വെച്ചുകൊണ്ട് അതിൻ്റെ ഇടയിലോട്ട് കയറി പോകണ്ട. പുലിമടയിലേക്ക് ചെന്ന് കയറി കൊടുക്കണ്ടല്ലോ. കുറച്ചു മുമ്പ് പറഞ്ഞില്ലായിരുന്നു നിക്കറിട്ട് വരണമെന്ന്. പാൻറ്റിട്ട് വന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെയൊക്കെ ഈ തൊട്ടാവാടികളുണ്ട്, അതൊരു ചെറിയ പ്രശ്നമാണ്. സോ അതുകൊണ്ട് പാൻറ്റിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് വരാം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോൺ നൈസായിട്ടൊന്ന് താഴെ പോയി. ഞാനൊരു കറങ്ങിയൊരു സെൽഫി എടുക്കാനായിട്ട് പോയതാ, പക്ഷേ തല ഇറങ്ങിപ്പോയി. ഫോൺ ട്രൈപോഡിൽ നിന്ന് താഴെ വീണു. ചെറുതായിട്ടൊന്ന് പൊട്ടി. ഉള്ളിലേക്ക് പൊട്ടലുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെന്നിട്ട് സ്ക്രീൻ ഗാർഡ് മാറ്റാനുള്ള പരിപാടി നോക്കണം. മനുഷ്യൻ കുറച്ച് റിലാക്സേഷന് വേണ്ടി ഇതുപോലുള്ള കാട്ടി വരുമ്പോൾ ഇവിടെയും ചിലവ്. എന്തൊരു ഗതി കേട്ട അവസ്ഥയാണോ ഇതൊക്കെ. ഇതിങ്ങനെ മുമ്പോട്ട് ചെല്ലുമ്പോൾ 2 മരം ഇങ്ങനെ നിൽക്കണുണ്ടോ. എനിക്കിത് കണ്ടപ്പോഴേ ആദ്യം ഫസ്റ്റ് തോന്നിയത് എന്തെന്നറിയോ, ഓ അവിടെ ഉള്ളിലൊരു ഷെഡ് ഉണ്ടായിരുന്നു. ആക്ച്വലി നമുക്ക് അതിലേക്ക് പോവായിരുന്നു. ആ പച്ച കളറിൽ നിങ്ങൾ കാണുന്നില്ല, അത് ആക്ച്വലി ഷെഡാണ്. അവിടേക്ക് പോവായിരുന്നു. അതിപ്പോൾ എങ്ങനെ അവിടേക്ക് കയറി പോവുക? ഫ്രണ്ടിൽ നിന്ന് വഴി ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെ കറങ്ങി അവിടേക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നു. നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ മരമില്ലേ, പണ്ട് വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ.
ദക്ഷിണിലാണോ സൂര്യയിലാണോ എന്നറിയില്ല. പക്ഷേ ഷിൻ്റെ പൊന്നു ആ പരിപാടി കണ്ടിട്ട് ഞാൻ 2-3 ദിവസമൊക്കെ ഉറങ്ങാതെ കിടന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തുണ്ടായിരുന്നു നാട്ടിൽ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലാണെന്ന് തോന്നുന്നു, എവിടെ ഒരിടത്ത് ഇതുപോലെ ഒരു മരം ഇങ്ങനെ റോട്ടിൽ നിൽക്കുന്നു, അതിലെന്തോ ഒരു പ്രേതത്തെ ആവാഹിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ രാത്രി 8 മണി അല്ലെങ്കിൽ 9 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അത് സെയിം നമ്മുടെ ഇപ്പോൾ ഇറങ്ങിയ സുമതി വളവില്ല, ആ സിനിമയുടെ പോലത്തെ ഒരു സെയിം കൺസെപ്റ്റാണ്. പക്ഷേ അങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. എനിക്കിപ്പോൾ തന്നെ എൻ്റെ രോബമൊക്കെ എഡിറ്റ് ചെയ്യിക്കുന്നത് ആ കഥ പറയുമ്പോൾ തന്നെ എനിക്ക് പേടിയാട്ടോ. ഓക്കെ, സോ ഇതായിരുന്നു ഞാൻ തപ്പി നടന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇവിടേക്കായിരുന്നു വരേണ്ടത്, അതെനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെയും മുള്ളൊരു പ്രശ്നമാണ്, മേത്തൊന്നും ഒരയാതെ പോകണം. ബട്ട് ഇറ്റ്സ് ഓക്കെ, വിൽ ഗോ. അതിലെ റോഡാണ് കേട്ടോ ആക്ച്വലി. ഇതിൻ്റെ ഈ സൈഡ് കണ്ടോ, ആ സൈഡ് ആക്ച്വലി പോകുന്ന റോഡാണ്. ആ റോഡെ ഞാൻ പോകാനായിട്ട് നോക്കിയതാണ്, പക്ഷേ എനിക്ക് അവിടേക്ക് പോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല. നമുക്ക് ഈ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ട്രെയിൽസ് ഉണ്ട് കേട്ടോ, പോകാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ ആ സ്ട്രെയിറ്റ് ഉണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു വണ്ടി പോയുണ്ടോ, അതിൻ്റെയും അപ്പുറത്തേക്കാണ് നമ്മുടെ ഈ ഒരു റിസർവ് ഫോറസ്റ്റ് വരുന്നത്. ഇവിടെ ആ ഒരു ബയോഡൈവേഴ്സിറ്റിയുടെ ബോർഡും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. സോ ആ സൈഡ് പോയ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയായിരുന്നു, ഇതായിരുന്നു കുറച്ചുകൂടെ എളുപ്പം. അവിടെ ഒരു കിഡ്സ് ഏരിയയും ഒരു ചെറിയൊരു ഓപ്പൺ ജിം എല്ലാം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്. നമുക്ക് ഇവിടെ നിന്ന് കയറി നോക്കാം എന്താ ഇവിടെ നിന്നുള്ള വ്യൂ എന്നുള്ളത്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ജസ്റ്റ് ഒരു ഓപ്പൺ ഏരിയ. അവിടെ ഒരാളിരുന്ന് ധ്യാനിക്കുന്നുണ്ട്. പുള്ളിയെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യണ്ട. യോഗ മാറ്റൊക്കെ വിരിച്ചിട്ട് പുള്ളി ധ്യാനത്തിലാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ പോയി നിന്ന് ചിലച്ച് കഴിഞ്ഞാൽ പുള്ളി ചിലപ്പോൾ എന്നെ എടുത്തിട്ട് പെരിക്കും. അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട, ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയാൽ എന്താണെന്ന് നമുക്ക് പോയി നോക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ അതിലിങ്ങനെ കറങ്ങി വന്നില്ലേ, ആ വഴി തന്നെയാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് മുമ്പോട്ട് പോയി നോക്കാം. കൂടുതൽ ഡിഫിക്കൽട്ടാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരാം, അതായിരിക്കും ബെറ്റർ. ഓക്കെ, പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടുന്ന് മുമ്പോട്ട് പോയി കഴിഞ്ഞാലും. ജസ്റ്റ് ഇതുപോലെ തന്നെ ട്രെയിൽസാണ്. മലയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകണമായിരുന്നു, സൺസെറ്റ് വ്യൂ പോയിൻ്റൊക്കെ. അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അമ്പലത്തിലേക്ക് എൻട്രി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നെക്സ്റ്റ് ടൈം ഒന്ന് കുറച്ചുകൂടെ ഒന്ന് വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം ആ മലമണ്ടയ്ക്ക് കയറുന്ന കാര്യം. കാരണം ഇത് ഞാൻ പെട്ടെന്ന് ഇന്നലെ ഓഫീസിലിരുന്ന് പ്ലാൻ ചെയ്തൊരു സംഭവമാണ്. സോ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. സോ നെക്സ്റ്റ് ടൈം നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ആക്ച്വലി പൈൻ മരമല്ലേ? അതെ, ഇത് പൈൻ മരമാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. നമ്മൾ ഊട്ടിയിലെ പൈൻ ഫോറസ്റ്റിലും ഇങ്ങനെയുള്ളതല്ലേ കാണുന്നത്? എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഊട്ടി പൈൻ ഫോറസ്റ്റിൽ പോയ കാലവും മറന്നു. ഞാൻ വന്ന പോലെ ഒറ്റയ്ക്ക് വരുന്നതിന് പകരം ഒരാളെ അല്ലെ 2 പേരെ കൂട്ടി വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഏരിയ ഫുള്ള് കവർ ചെയ്യാം രാവിലെ വന്നു കഴിഞ്ഞാൽ. കാരണം ട്രെയിൽസ് ഒരുപാടുണ്ട്, പക്ഷെ ഒറ്റയ്ക്ക് പോകാനായിട്ടൊരു പേടി ഉണ്ടോണ്ട് എനിക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എൻ്റെ കൂടെ വരാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ്. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഉള്ളിലേക്കെല്ലാം പോയി നോക്കിയേനെ. എൻ്റെ ഒപ്പം ഇനി നെക്സ്റ്റ് ട്രിപ്പ് ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയുക, നമുക്ക് പൊളിക്കാം. നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഒരു ഓപ്പൺ ജിം ഉണ്ടെന്ന്, അത് ഇതാണ് കേട്ടോ. ഇവിടെ ഒരു ഓപ്പൺ ജിമ്മുണ്ട്, അതുപോലെ തന്നെ അവിടെ ഒരു ഓപ്പൺ പ്ലേ ഏരിയ ഉണ്ട്, ഒരു കിഡ്സ് ഏരിയ ആണ്. ഇതെല്ലാം ഞാൻ ഗൂഗിൾ മാപ്പിലെ ഫോട്ടോസിൽ കണ്ടിരുന്നു, പക്ഷേ എനിക്ക് എവിടെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ല. ഇപ്പോഴാണ് അത് പറ്റിയത്. എന്തായാലും കുറച്ച് നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാം. ഇത്രയും നേരം നടക്കുമല്ലായിരുന്നു, മടുത്തു. ഇനി ഞാൻ കൊണ്ടുവന്ന് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇവിടെ നിന്ന് ഇരിക്കട്ടെ, കാടിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിക്കാം. അതുണ്ടോ, ആക്ച്വലി ഇവിടെ എല്ലാം നമുക്ക് ഗ്രൂപ്പായിട്ട് വന്ന് ഇരിക്കാനായിട്ട് പറ്റുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ഇവിടേക്ക് ഫുള്ള് കാട് വളർന്ന് നിൽക്കുവാണ്, നമുക്ക് അത്ര ഉള്ളിലേക്ക് കയറിപ്പോകാനായിട്ട് പറ്റില്ല സേഫായിട്ട്. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ, ഞാൻ കണ്ടത് വെച്ചിട്ടാണെങ്കിൽ. കാരണം ഉള്ളിലെല്ലാം ബെഞ്ചസ് ഇട്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും പ്രോപ്പറായിട്ടുള്ള അവിടേക്ക് കയറിപ്പോകാനായിട്ടുള്ള ഒരു പാത്ത് വേ ഇല്ല. ഞാൻ തിരിച്ചു പോവാണ്, കാരണം അങ്ങോട്ട് പോയിട്ട് വലിയ കാര്യമില്ല. നമ്മൾ കൂടുതൽ ഇറങ്ങി പോവാണ്. എനിക്ക് കുറച്ച് കയറിയാണ് പോകേണ്ടത്. സോ കയറി പോകാനായിട്ടുള്ള ധൈര്യവും കിട്ടുന്നില്ല. എന്തായാലും മുമ്പോട്ട് പോയി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഈ പാർക്ക് ഓപ്പൺ ആവുന്ന ടൈം എന്ന് പറയുന്നത് 6 മണിയാണ്. സോ ഇവിടേക്ക് വരുന്നവരൊരു 6-6:30 ആ ടൈമിലേക്ക് വരാൻ നോക്കുക. കാരണം ഞാൻ നേരത്തെ കാണിച്ച വ്യൂ പോയിന്റ് ഇല്ലേ, അവിടെ വന്നു കഴിഞ്ഞാൽ സൺറൈസ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. സോ അതാകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരു ടൈം ആകുമ്പോഴത്തേന് വീട് തിരിച്ചെത്താൻ പറ്റുകയും ചെയ്യും. ഞാൻ വന്നൊരു വല്ലാത്ത ടൈമായിപ്പോയി. പിന്നെ ഈവനിങ് എനിക്കിവിടെ അത്ര സേഫ് ആണെന്ന് തോന്നുന്നില്ല. കാരണം രാത്രി നൈറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രശ്നമാവില്ലേ, എന്താ പറഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റെല്ലാം വേഗം പോകും. നമുക്ക് ഈ വഴിയാണ് നടന്നു പോയി നോക്കാം. ഈ വഴി നമ്മൾ പോയില്ലല്ലോ, സ്ട്രൈറ്റ് ഉള്ളിലേക്ക് നമുക്ക് കയറിപ്പോയി നോക്കാം. അവിടെ ഞാൻ ഇടയ്ക്കൊരു ചെറിയൊരു ഹട്ട് പോലെ, അതായത് ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് പോലെ കണ്ടിരുന്നു. നമുക്ക് അവിടേക്ക് കയറാൻ പറ്റുമെന്ന് നോക്കാം. ഇത് ഞാൻ നേരത്തെ നടന്നു പോയ വഴിയല്ലേ? അതെല്ലോ, ഹട്ട് കണ്ടത് അവിടെയും. ഓക്കെ, അതിലേക്ക് ഞാൻ ഓക്കെ എൻ്റെ കിളി മൊത്തത്തിൽ പോയി കേട്ടാ. ശരിക്കും അതിൻ്റെ അകത്തേക്ക് ഞാൻ ചെന്നപ്പോഴല്ലേ അവിടെ ആരോ ധ്യാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. ഞാനൊരു മണ്ടൻ തന്നെ കേട്ടാ. ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് 2011 ഇത് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ആയിരിക്കുന്നത്. സോ അപ്പോൾ നേരത്തെ അകത്ത് കണ്ട ആ ബെഞ്ചെല്ലാം ഇല്ലേ, അതെല്ലാം അപ്പോൾ 2011 ഉണ്ടാക്കിയതാണ്. അതിന് ശേഷം അതൊന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.
2011 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം 14 വർഷത്തോളം പഴക്കമുണ്ട് ഇതിനെല്ലാം. സോ ഗൈസ്, ഇപ്പോൾ ഞാൻ കുറച്ച് റിസർച്ച് നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പൈൻ ട്രീ എന്ന് പറഞ്ഞില്ലേ, അത് ആക്ച്വലി പൈൻ ട്രീ അല്ല, അത് യൂക്കാലിപ്റ്റസ് ആണ്. യൂക്കാലി മരങ്ങളാണത്. അതായിരുന്നു ഞാൻ ഇവിടെ കേട്ടതായിട്ട് എനിക്ക് ഉള്ളിലുണ്ടായിരുന്നു, പക്ഷേ അത് പൈനെന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ യൂക്കാലി മരങ്ങളാണ്. അതുപോലെ തന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് ആൻഡ് സർവൈവിങ് ഫോറസ്റ്റ് ആണ് ബാംഗ്ലൂർ സിറ്റി ലിമിറ്റിലുള്ളത്. പിന്നെ ഇതൊരു ഡ്രൈ ഫോറസ്റ്റ് ആണ്, ഒരിക്കലും ഒരു ഗ്രീൻ ഫോറസ്റ്റ് എന്ന് ഇതിനെ പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ മണ്ടയ്ക്കൊരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ മുകളിലായിട്ട്, അതൊരു ശനിദേവൻ്റെ അമ്പലമാണെന്നാണ് എനിക്ക് വിക്കിപീഡിയയിലൂടെ മനസ്സിലാക്കിയത്. ശനി ടെമ്പിൾ എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സോ അതിലേക്ക് ലിമിറ്റഡ് എൻട്രീസ് മാത്രമേ ഉള്ളൂ, നമുക്ക് എല്ലാവർക്കും അതിലേക്ക് കയറാൻ പറ്റില്ല എന്നാണ് ഞാൻ ട്രിപ്പ് അഡ്വൈസറെല്ലാം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. എനിക്ക് തോന്നുന്നു ചില പ്രത്യേക ദിവസങ്ങളിലുള്ള പൂജ സമയത്ത് നമുക്ക് അതിനുള്ളിലേക്ക് എൻട്രി ഉണ്ടാകും. ഇപ്പം നമ്മുടെ നാട്ടിൽ കുമളി ഭാഗത്തുള്ള മംഗളാദേവി അമ്പലം പോലെ എന്തോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ എല്ലാ സമയവും അതിലേക്ക് എൻട്രി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും അതിൽ എല്ലാ സമയവും എൻട്രി ഇല്ല. സോ അത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. അത്യാവശ്യം വൈഡായിട്ട് കിടക്കുന്ന ഒരു ഫോറസ്റ്റാണ് ഈ തുരഹള്ളി ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തുരഹള്ളി പാർക്ക് എന്നും ഇതിനെ പറയും. ഇത് ട്രീ പാർക്കാണ് ആക്ച്വലി, ഇത് ഫോറസ്റ്റ് അല്ല, തുരഹള്ളി ട്രീ പാർക്കാണ്. ഇപ്പം ഞാൻ ഈ 10 രൂപ എൻട്രി ടിക്കറ്റ് എടുത്ത് കയറിയത്. പിന്നെ ഇവിടെ പാർക്കിംഗ് ചാർജ് ഒന്നും നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഗൈസ്, ഈ ഒരു തുരഹള്ളി ഫോറസ്റ്റിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ ദസറയ്ക്ക് പോകണമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ദസറയ്ക്ക് പോയി കഴിഞ്ഞാൽ അതൊരു വ്ളോഗായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ അടുത്തുള്ള മറ്റ് സേഫായിട്ടുള്ള സ്ഥലങ്ങൾ ഞാൻ മാക്സിമം കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം, എനിക്ക് കിട്ടുന്ന വീക്കെൻഡ്സിലും അതുപോലെ തന്നെ ഹോളിഡേയ്സിലും. സോ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ ഗൈസ്.